ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ യാത്ര ഒരു അഗ്നിപർവ്വതത്തിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ. ഓർഗൻ പൈപ്പ് നാഷണൽ പാർക്ക്. ലൊക്കേഷൻ QR കോഡ് ഇതാ ഇവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. ഇത് മെൽബൺ സിറ്റിക്ക് അടുത്തുള്ള ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. ഇവിടെ ഒരു ഇൻഫോർമേഷൻ ബോർഡൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിൽ മാപ്പും അതിൻ്റെ കുറച്ച് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ ഒരു സൈൻ ബോർഡ് ശ്രദ്ധിച്ചോ? സ്റ്റീപ്പായിട്ടുള്ള വഴിയാണ്. കൂടാതെ പാമ്പിൻ്റെ പിക്ചറൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ സൂക്ഷിച്ച് വേണം ഉള്ളിലേക്ക് പോകാൻ. സൈക്ലിംഗ് ഒന്നും പാടില്ല, നമ്മൾ നടന്ന് തന്നെ പോകണം. ഇതാ കണ്ടില്ലേ, നല്ല ടാറിട്ട റോഡൊക്കെയാണ്, പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരു കുഴിയിലേക്ക് ഇറങ്ങുന്ന ഒരു ഫീലാണ്. നല്ല സ്റ്റീപ്പായിട്ടുള്ള വഴി തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ മെൽബൺ എയർപോർട്ട്. ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ലാവാപ്രവാഹങ്ങളിൽ ഒന്നാണ്. ഈ ലാവ ഏരിയ ഏകദേശം 350 കിലോമീറ്റർ നീളത്തിൽ മെൽബൺ മുതൽ വെസ്റ്റേൺ ബോർഡർ ഓഫ് വിക്ടോറിയ വരെ വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഇത് ആ കാണുന്നതാണ് നമ്മുടെ ഓർഗൻ പൈപ്പ് റോക്സ്. ഇതിനെന്തുകൊണ്ടാണ് ഓർഗൻ പൈപ്പ് റോക്സ് എന്നും ഓർഗൻ പൈപ്പ് നാഷണൽ പാർക്ക് എന്നൊക്കെ പേര് വരാൻ കാരണം എന്നറിയാവോ? പുരാതന പള്ളികളിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു വാദ്യോപകരണമുണ്ട്, അതാണ് പൈപ്പ് ഓർഗൻസ്. അതിൻ്റെ രൂപവുമായിട്ട് വളരെയധികം സാദൃശ്യമുള്ളതുകൊണ്ടാണ് നമ്മളിതിനെ ഓർഗൻ പൈപ്പ് നാഷണൽ പാർക്ക് എന്ന് വിളിക്കുന്നത്. എന്തൊരു ഭംഗിയാണല്ലേ ഈ റോക്സ് കാണാൻ. ഇപ്പം നമ്മൾ പോകുന്നത് മറ്റൊരു സ്പോട്ടിലേക്കാണ്. നമ്മുടെ ഈ സൈഡിൽ കാണുന്നതാണ് ജാക്സൺ ക്രീക്ക് റിവർ. ഇത് നമ്മുടെ ഈ ഓർഗൻ പൈപ്പ് റോക്സിനെ ചുറ്റി ഒഴുകുന്നതാണ്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നദിയാണ്. ആ സൗണ്ടും ആ ഒരു അറ്റ്മോസ്ഫിയറും എല്ലാം വളരെ ബ്യൂട്ടിഫുള്ളാണ്. നമ്മളതൊരു എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവമാണ് കേട്ടോ. ദേണ്ട ഒരു വാലബി, എന്തൊരു ക്യൂട്ടാല്ലേ. നമ്മുടെ ക്യാമറയ്ക്ക് കുറച്ച് നേരം പോസൊക്കെ ചെയ്ത് തന്നു കേട്ടോ ആള്. കാങ്കറൂസുമായിട്ട് വളരെയധികം സാദൃശ്യമുള്ളൊരു മൃഗമാണേ. കുറച്ച് ചെറുതാണെന്നേ ഉള്ളൂ. ഇതാ നമ്മൾ പിന്നെയും മുമ്പോട്ട് തന്നെ നടക്കുകയാണ്. നിരപ്പായ സ്ഥലത്തേക്കൂടെ നമ്മൾ ഇപ്പം ഈ ഇറങ്ങി ചെല്ലുന്നതാണ് നമ്മുടെ റോസറ്റി റോക്സിലേക്ക്. ഇവിടെ ആദ്യം കണ്ടപ്പോഴേ പറഞ്ഞത് എന്താണെന്നോ, ഒരു ബിഗ് ജയന്റ് ബെയർ കടന്ന് ഉറങ്ങുന്ന പോലെ ഉണ്ടെന്നാ. പക്ഷെ എനിക്ക് കൂടുതലും തോന്നിയത് നമ്മുടെ ഈ മോതിരത്തിലൊക്കെയുള്ള സിംഗിൾ സ്റ്റോൺ ആയിട്ടുള്ള സ്റ്റോൺസ് ഉണ്ടാവുമല്ലേ, സിംഗിൾ സ്റ്റോൺസ്, അതിൻ്റെ ഒരു പാറ്റേൺ ആയിട്ടൊക്കെ എനിക്ക് ഫീൽ ചെയ്തേ. ദാ വീണ്ടും നമ്മൾ നമ്മുടെ അവസാനത്തെ സ്പോട്ടിലേക്ക് പോവുകയാണ്. ഈ കാണുന്നതാണ് നമ്മുടെ അവസാനത്തെ സ്പോട്ട്, ടെസലേറ്റഡ് പേയ്മെൻറ്റ്. കണ്ടോ എന്ത് രസമല്ലേ അതിൻ്റെ ആ പാറ്റേൺസ് കാണാൻ. ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസ്, മൂന്ന് തരമാണ്. ഇതെല്ലാം ഈ ലാവ ഉറച്ചുണ്ടായതാണ്. ഇതിന് ഈ സ്കേർട്ടിൻ്റെയൊക്കെ ഫ്രില്ല് പോലെ എന്നൊക്കെയാണ് പറയുന്നത്. ദാ ഇവിടെ നമ്മുടെ ഈ വീഡിയോ തീരുവാണേ. വളരെ നല്ലൊരു യാത്രയല്ലായിരുന്നോ? എല്ലാവരും എൻജോയ് ചെയ്തില്ലേ? അപ്പം ശരി, ഇന്ന് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.